കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജീവിതം പറയുകയാണ്. രാഷ്ട്രീയക്കാരുടെ പ്രസംഗങ്ങൾക്ക് അത്ര കണ്ട് ക്ഷമയോടെ ഇരിക്കാൻ കഴിയാത്ത ജൻസി കുട്ടികൾ പിണറായി പറയുന്ന ഓരോ വാക്കിനും സാഗൂതം കാതോർക്കുന്നു. നല്ല വസ്ത്രങ്ങളില്ലാത്തതുകൊണ്ട് ഒറ്റ നിറത്തിലുള്ള വസ്ത്രം ധരിക്കാൻ തുടങ്ങി. റൊട്ടി മാത്രം കഴിച്ച് വിശപ്പടക്കിയ കാലം. തുടർച്ചയായി 10 വർഷം മുഖ്യമന്ത്രി കസേരയിലിരുന്ന ഒരാളുടെ നിറം മങ്ങിയ വിദ്യാർത്ഥി ജീവിതമാണ് കേൾക്കുന്നത്. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച യങ് ഇന്നോവേറ്റേഴ്സ് മീറ്റിൽ വിദ്യാർത്ഥികളോട് സംസാരിക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രി തന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തെക്കുറിച്ച് മനസ്സു തുറന്നത്. നന്നായി പഠിക്കുന്ന വിജയനെ തുടർന്ന് പഠിപ്പിക്കാനല്ല, മറിച്ച് ബീഡി കെട്ടുന്ന പണിക്ക് വിടാനാണ് വീട്ടുകാർ അന്ന് തീരുമാനിച്ചത്. ഇനി പഠിക്കണ്ട, എന്താ പഠിച്ചിട്ട് എന്താ കാര്യം? ഇനി അന്ന് ഞങ്ങളുടെ നാട്ടിൽ ഈ ബീഡി കെട്ടുന്നുണ്ട്. ബീഡി തിരച്ചിട്ട് ഒരാൾ ബീഡി തിരക്കും, അത് കെട്ടിക്കൊടുക്കും കുട്ടി മുന്നിലിരുന്നിട്ട്. അപ്പോൾ ബീഡി കെട്ടാൻ പോയാൽ മതി എന്നായി. എന്നാൽ മറ്റു പലരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി വിജയനെ തുടർന്ന് പഠിപ്പിക്കാൻ വീട്ടുകാർ തീരുമാനിക്കുന്നുണ്ട്. അക്കാലത്ത് UP സ്കൂളിൽ നടക്കുന്ന പൊതുപരീക്ഷയിൽ 3 പേരാണ് ജയിച്ചത്. അതിലൊരാൾ വിജയനായിരുന്നു. ഏത് പ്രതിസന്ധികളിലും ജയിച്ചു കയറണമെന്ന തീക്ഷ്ണമായ ആഗ്രഹം അന്നേ വിജയനിൽ ഉണ്ടായിരുന്നു. അന്ന് UP സ്കൂളിൽ ESLC എക്സാമിനേഷൻ ഉണ്ട്. ആദ്യത്തെ പൊതുപരീക്ഷയാണ്. ആ ESLC എക്സാമിനേഷൻ ആ സ്കൂളിൽ ഞങ്ങൾ 3 പേര് മാത്രമാണ് പാസ്സായത്. അതിലൊരാൾ ഞാനായിരുന്നു. അപ്പോൾ മറ്റ് പിന്തുണയൊന്നും ഈ പറഞ്ഞ ഒരു പിന്തുണയും ലഭിക്കാനില്ല കേട്ടോ. ഇതിനിടക്ക് നമ്മൾ സ്വന്തമായി പഠിച്ചു, അങ്ങനെ ഉണ്ടാകുന്ന മാറ്റമാണ്. കോളേജ് പഠനകാലത്ത് റൊട്ടി മാത്രം കഴിച്ച് വിശപ്പടക്കിയ ദിവസങ്ങൾ. റൊട്ടിയില്ലെങ്കിൽ പട്ടിണി കിടക്കും. ഇതൊന്നും അത്ര വലിയ പ്രതിസന്ധികളല്ലല്ലോ എന്ന ശരീരഭാഷയിലാണ് പിണറായി വിജയൻ തൻ്റെ വിദ്യാഭ്യാസ കാലത്തെക്കുറിച്ച് പങ്കുവെക്കുന്നത്. ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ഘട്ടത്തിലുണ്ടായിരുന്ന അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ ചുറ്റുപാടല്ല അന്നത്തെ എൻ്റെ ചുറ്റുപാട്. രാവിലെ വീട്ടിൽ നിന്ന് ഞാൻ പുറപ്പെടുമ്പോൾ ചില ദിവസങ്ങളിൽ അമ്മ ചെറിയ റൊട്ടി തരും. എൻ്റെ നാട്ടിൽ റൊട്ടി എന്ന് പറയും. അരി കൊണ്ടുണ്ടാക്കിയ ഒരു പലഹാരമാണ്. ഒരു ഫയൽ ബോർഡ് പോലത്തെ ഒരു സാധനം ഞാൻ കയ്യിലെടുക്കും, ഒരു ഫയൽ. അതിനകത്ത് ഇത് വെക്കും, ഉച്ചക്ക് അത് കഴിക്കും. അത് എല്ലാ ദിവസവും ഉണ്ടാകണമെന്നില്ല. ഇല്ലാത്ത ദിവസം ചിലപ്പോൾ ഉച്ചക്കൊന്നും കഴിച്ചില്ല എന്നും വരും. അങ്ങനെയൊക്കെയുള്ളൊരു നാളുകളായിരുന്നു എൻ്റെ കോളേജ് വിദ്യാർത്ഥി ജീവിതകാലം. എന്നാൽ ആ കാലത്തും ആരെടുത്തും എൻ്റെ വിഷമതകൾ അങ്ങനെ പറയാറില്ല. എല്ലാവരുടെ മുന്നിലും നല്ല അഭിമാനിയായിട്ട് തന്നെ ജീവിക്കാൻ കഴിഞ്ഞിരുന്നു. അന്നാണ് ഈ ഒറ്റ നിറമുള്ള വസ്ത്രം ധരിക്കുന്നത് തുടങ്ങിയത്. നിങ്ങൾക്ക് എത്ര ഡ്രസ്സുണ്ടെന്ന് മനസ്സിലാവില്ലല്ലോ, ഒരേ ഡ്രസ്സായാൽ, ഒരേ നിറമായാൽ. അങ്ങനെ എല്ലാമുള്ള വെല്ലുവിളികൾ നമ്മൾ അത് സാധാരണ നിലക്കങ്ങ് എടുത്താൽ മതി. പട്ടിണിയും ഇല്ലായ്മയും സാധാരണ നിലക്കെടുത്ത വിജയനെ തേടി ഓക്കിയും നിപ്പയും കോവിഡും പ്രളയവും എത്തി. അതിലേറെ രാഷ്ട്രീയ പ്രതിസന്ധികളും. അവിടെയൊന്നും പിണറായി വിജയൻ കുലുങ്ങാത്തത് കാലുറച്ചു നിൽക്കാൻ പോരടിക്കേണ്ടി വന്ന ഇങ്ങനെയൊരു ഭൂതകാലത്തിൻ്റെ അനുഭവ കരുത്തുകൊണ്ടായിരിക്കാം. അതിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ് വിദ്യാർത്ഥി കാലം മുതൽ പിണറായിയുടെ പ്രതിയോഗിയായ K. സുധാകരൻ്റെ വാക്കുകൾ പോലും. അദ്ദേഹം വളരെ ഷാർപ്പാണ്, എല്ലാറ്റിനും ഷാർപ്പ് ആൻഡ് ഷൂഡാണ്. അദ്ദേഹം എടുക്കുന്ന തീരുമാനം, മനസ്സിൻ്റെ അകത്തൊരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിൻ്റെ വ്യതിചലിക്കാതെ അതിൻ്റെ ഉള്ളിൽ പോകുന്നൊരു സ്വഭാവത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം.